തീർച്ചയായിട്ടും അത് ഗവർണറുടെ മാത്രമല്ല വൈസ് ചാൻസലറും അക്കാര്യത്തിൽ കാണിച്ചിട്ടുള്ളത് വളരെ ഏകാധിപത്യപരമായിട്ടുള്ള ഒരു സമീപനമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് ഇത് ചൂണ്ടിക്കാണിച്ചതാണ്. കണ്ണൂർ സർവകലാശാലയിലെ സിൻഡിക്കേറ്റിനെ നിലവിൽ പിരിച്ചുവിട്ടിട്ടില്ല. പുതിയ സിൻഡിക്കേറ്റ് സ്വാഭാവികമായിട്ട് വരുമായിരിക്കും. പക്ഷെ പുതിയ സിൻഡിക്കേറ്റ് വരുന്നത് വരെയുള്ള കാലയളവിൽ നിലവിലുള്ള സിൻഡിക്കേറ്റിൻ്റെ അവകാശാധികാരങ്ങളെ എല്ലാം മറികടന്നുകൊണ്ട് ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് അവിടെ VC നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഇന്നലെ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ ലിസ്റ്റും. 59 ബോർഡ് ഓഫ് സ്റ്റഡീസാണ് നിലവിൽ കണ്ണൂർ സർവകലാശാലയിലുള്ളത്. വിവിധ പഠന വകുപ്പുകളിലെയും മറ്റ് കോളേജുകളിലും ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളുടെ സിലബസ് ഉൾപ്പെടെ നിർണ്ണയിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ബോഡിയാണ് ബോർഡ് ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. ആ ബോർഡ് ഓഫ് സ്റ്റഡീസ് നിലവിലുള്ളതിൻ്റെ കാലയളവ് തീരുന്നതിന് മുൻപായിട്ട് സാധാരണ നടപടിക്രമം പോലെ തന്നെ ഞങ്ങൾ സിൻഡിക്കേറ്റ് എന്നുള്ള രൂപത്തിൽ അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കുകയും ആ ലിസ്റ്റ് VCക്ക് സമർപ്പിക്കുകയുമാണ് ആദ്യം അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. VC അത് അംഗീകരിച്ച ശേഷമാണ് ഗവർണർക്ക് അയച്ചു കൊടുക്കേണ്ടത്. ഗവർണർ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ ലിസ്റ്റ് അപ്പോയിൻറ്റിംഗ് അതോറിറ്റി ആയിട്ടുള്ള സിൻഡിക്കേറ്റിൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് നമ്മുടെ സ്റ്റാറ്റ്യൂട്ടിലും ആക്റ്റിലും വളരെ വ്യക്തമായി പറയുന്നുണ്ട് ബോർഡ് ഓഫ് സ്റ്റഡീസിൻ്റെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് സിൻഡിക്കേറ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ സിൻഡിക്കേറ്റ് ആണ് അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്. ആ സിൻഡിക്കേറ്റിൻ്റെ മുമ്പിൽ വന്ന് ആണ് നിലവിൽ സിൻഡിക്കേറ്റ് ഉള്ള സാഹചര്യത്തിൽ ബോർഡ് ഓഫ് സ്റ്റഡീസ് നിലവിൽ വരേണ്ടത്. പക്ഷേ ഇപ്പോൾ VC ചെയ്തിട്ടുള്ളത് അദ്ദേഹം സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കുന്നില്ല. മെയ് 22-ന് ശേഷം അദ്ദേഹം സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കാൻ തയ്യാറായിട്ടില്ല. ഏകപക്ഷീയമായിട്ട് ഇന്നലെ രജിസ്ട്രാറോട് ഉത്തരവിറക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇന്നലെ ഇപ്പോൾ സൈറ്റിൽ ആ ലിസ്റ്റ് വന്നിട്ടുള്ളത്. എന്ന് മാത്രമല്ല നമ്മളിവിടുന്ന് കൊടുത്ത ലിസ്റ്റുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. അതിൽ തൻ്റെ താല്പര്യമുള്ള ആളുകളെ ഗവർണറുടെ കൂടി ഓഫീസിൻ്റെ താല്പര്യവും VCയും ഇടപെട്ടുകൊണ്ട് അവർക്ക് താല്പര്യമുള്ള ആളുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലിസ്റ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ലിസ്റ്റിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് മറ്റ് അധ്യാപക സംഘടനകളിലൊക്കെ ബന്ധപ്പെട്ട ആളുകളാണ് കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടത്. ഏതായാലും ഇത് തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ VCയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റിനുണ്ട്. ഏതാണ്ട് പൂർണ്ണമായിട്ട്, ഞാൻ മുഴുവനും കൃത്യമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഏതാണ്ട് പൂർണ്ണമായിട്ട്, അതായത് ഇപ്പോൾ ചില പഠന വകുപ്പുകളിലെല്ലാം മറ്റാളുകളെ എടുക്കാനില്ലാത്തത് കൊണ്ട് ബയോടെക്നോളജിയൊക്കെ പോലുള്ള ചില വകുപ്പുകളിൽ നമ്മൾ പറഞ്ഞ ലിസ്റ്റിലുള്ളവരുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ മഹാഭൂരിപക്ഷം ആളുകളെയും മാറ്റിമറിക്കുന്ന ഒരു നിലപാടാണ്. പൊതുവിൽ നമുക്കറിയാം സംഘപരിവാറിൻ്റെ താല്പര്യമുള്ള ആളുകളെയാണ് ഇവിടെ ഡീൻമാരായിട്ട് കണ്ണൂർ സർവകലാശാലയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള 10 വർഷത്തിലേറെ സർവീസുള്ള പ്രൊഫസർമാരായിട്ടുള്ള ആളുകൾ ഉള്ളപ്പോഴും അവരെ ഡീൻ വസ്തികയിലേക്ക് പരിഗണിക്കാതെ പുറമേ നിന്നുള്ള ആളുകളെ സംഘപരിവാർ അനുകൂലികളായിട്ടുള്ള ആളുകളെ കൊണ്ടുവരിക എന്നുള്ള നിലപാടാണ് VC നേരത്തെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായിട്ടുള്ള ഇത് വന്ന ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് കൃത്യമായിട്ട് നമുക്ക് പരിശോധിച്ചാൽ മാത്രമേ അത്തരം കാര്യങ്ങൾ പറയാൻ കഴിയുള്ളൂ. ഏതായാലും ഇത് വളരെ ഒരു അട്ടിമറി അക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്. ഈ സിൻഡിക്കേറ്റ് യോഗം ഉൾപ്പെടെ വിളിച്ചു ചേർക്കാൻ വേണ്ടി VC തയ്യാറാവുന്നില്ല എന്ന് പറയുന്നതും വളരെ ഗുരുതരമായിട്ടുള്ളൊരു പരാതിയാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ നേരത്തെ മറ്റു ചില വിഷയങ്ങൾ കൂടിയുണ്ട്. അവിടുത്തെ കായിക വകുപ്പിൻ്റെ മേധാവിയായി വന്നയാളെ അവിടുത്തെ നമ്മളെ ടീച്ചർ ട്രെയിനിങ് സെൻറ്ററിൻ്റെ ചുമതല അടക്കം കൊടുത്തതിൽ അതിലെല്ലാമുള്ള ഞങ്ങളുടെ കടുത്ത പ്രതിഷേധം അറിയിച്ചതിന് ശേഷവും അദ്ദേഹം യോഗം വിളിച്ചു ചേർക്കാൻ തയ്യാറായിട്ടില്ല.